മുത്തിനറിഞ്ഞൂടെ നമ്മക്ക് നിക്കാൻ കഴിയില്ലാണ്. നിന്റെ മുത്തില്ലാതെ ജീവിക്കാൻ കഴിയില്ല നമുക്ക് അറിഞ്ഞൂടെ. എന്റെ കുട്ടീന്റെ മുഖത്തെ മാറിപ്പോയല്ലോ. എന്തിനു ബാബേജ് ചെയ്തത്? എന്തിനു ബാബേജ് ചെയ്തത്? എന്തിനമ്മ ചെയ്തത്? എന്തിനു സ്വന്തം ചെയ്തത്? അമ്മന്റെ കുട്ടി അയ്യോ എന്റെ കുട്ടി പോ. കരയാതെ നമുക്ക് ആർക്കും ഈ വീഡിയോ കണ്ടു തീർക്കാൻ വേണ്ടി കഴിയില്ല അല്ലേ? കഴിഞ്ഞ ദിവസം ബസ്സിൽ ലൈംഗിക അതിക്രമം നടന്നു എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് തന്നെ ഒരു വീഡിയോ പ്രചരിപ്പിച്ചായിരുന്നു. ആ വീഡിയോയിലെ വ്യക്തി തനിക്കുണ്ടായ അഭിമാനക്ഷത കാരണം സ്വന്തം ജീവനൊടുക്കി, ഹാങ് ചെയ്തു, മരിച്ചു എന്നാണ് നമുക്കറിയാൻ പറ്റിയിട്ടുള്ളത്. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. നാട്ടിലും വീട്ടിലും ഒക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ വളരെ പാവം, വളരെ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. അമ്മയ്ക്കും അച്ഛനും ഉണ്ടായിരുന്നുള്ള ഒറ്റൊരു മോനായിരുന്നു. ഇപ്പം ദീപക് മാത്രമേ നമ്മുടെ മുന്നിൽ മരിച്ചിട്ടുള്ളൂ. പക്ഷെ ഇനി അങ്ങോട്ട് ആ അമ്മയും അച്ഛനും മരിച്ചതുപോലെ തന്നെ ജീവിക്കേണ്ട ഒരവസ്ഥയാണ്. ഒറ്റ മോനെ ഉണ്ടായിരുന്നുള്ളൂ, മരണപ്പെട്ടു. അതുമാത്രമല്ല, അമ്മ അല്ലെങ്കിൽ അച്ഛൻ, മാതാപിതാക്കൾ ജീവനോടെ ഉള്ളപ്പോൾ മക്കൾ മരിച്ചു പോകുക എന്ന് പറയുന്നതിനെക്കാട്ടും വലിയൊരു നിർഭാഗ്യം വേറെ ഇല്ല. ദീപക് എന്ന് പറഞ്ഞ വ്യക്തി വളരെ മാന്യനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നെന്നും ഒക്കെയുള്ളതിൻ്റെ കുറച്ച് വോയിസ് ക്ലിപ്സ് നമുക്ക് ഒന്ന് കേൾക്കാം. പിടിക്കത്തില്ലേ ഇരുന്ന് സീറ്റിന് അതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ മറ്റേ കമ്പിയില്ല, അത് പിടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര വേദനയായിട്ടിരിക്കും. പീരിയഡ്സ് ആയിട്ട് ഭയങ്കര വേദനയായിട്ട്. അപ്പൊ പുള്ളി ചോദിച്ചു മോനെ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഏതായാലും നല്ല ഓർമ്മയുണ്ട് പുള്ളിയാണെന്നുള്ളത്. എപ്പോഴാണ് ശരിക്കും പുള്ളിയുടെ ഫേസ് കാണുന്നത്. അപ്പോൾ ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അയ്യോ പെയിൻ കില്ലർ വല്ലതും ഉണ്ടാ. അപ്പോൾ അമ്മയോട് ചോദിക്കുക പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് വയ്യായിരിക്കായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട ചേട്ടാ അറിയില്ല അമ്മ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പം പുള്ളിയുടെ കയ്യിൽ ഇരുന്ന് പാരസെറ്റമോൾ എടുത്തത്. ഇപ്പൊ തലവേദന വല്ലതും ഉണ്ടായി, ഇപ്പൊ തൽക്കാലം കഴിക്കുന്ന പറഞ്ഞ് എനിക്ക് തന്നു. അങ്ങനെയാണ് മിണ്ടിയത്. അങ്ങനെയാണ് പറഞ്ഞ ഇങ്ങനെ പോയിട്ട് എവിടെയാ പോയിട്ട് വരുവാന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പുള്ളിയുടെ പേരൊക്കെ പറഞ്ഞു കുഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇങ്ങനെ ഓർമ്മയുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കുറെ വർത്താനമൊക്കെ പറയുകയൊക്കെ ചെയ്തവൻ എനിക്ക് എക്സാമിന്റെ ഒക്കെ ടെൻഷൻ ആയിട്ടിരിക്കുന്നു. അപ്പൊ പറഞ്ഞു എന്തിനാ പേടിക്കുന്നത്, ഇനിയും നമുക്ക് എന്തോരം ഇങ്ങനെ കിടക്കുവാണ്, ഇനിയും എന്തോരം കാണാൻ, ഞാനൊക്കെ ഇത്രയും പ്രായം എന്തോരം സ്ട്രഗിലൂടെ വരുന്നത്, ഇപ്പോഴും സ്ട്രഗിളാണ്, ഇനി അങ്ങോട്ട് എപ്പോഴും സ്ട്രഗിൾ ആയിരിക്കും, നമുക്ക് ഒന്നും പറഞ്ഞ് പേടിച്ചിരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഭയങ്കര ടെൻഷനാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഈ ഒരു വോയിസ് ക്ലിപ്പിൽ ആ പെൺകുട്ടി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് തനിക്ക് പീരീഡ്സിൻ്റെ വയറുവേദനയുള്ള സമയത്ത് ടാബ്ലറ്റ് തന്ന് സഹായിച്ചത് ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തിയാണെന്ന്. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തി ഈ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ആ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാം ബാഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അയാൾ ആ കൈ പൊക്കിയത്. അപ്പം ഈ ഷിംജിത എന്ന് പറയുന്ന സ്ത്രീ ആ കൈയുടെ അടുത്ത് തന്നെ പോയി നിന്നത് കാരണമാണ് തട്ടിപ്പോയത്. നമുക്കറിയാം ഇത് മനഃപൂർവ്വം റീച്ചിന് വേണ്ടി, ഫെയിമിന് വേണ്ടി ചെയ്തൊരു പ്രവൃത്തിയാണെന്ന്. അങ്ങനെ ചെയ്തിട്ട് ഈ ഷിംജിതയ്ക്ക് ഇപ്പം എന്താ കിട്ടിയത്? കേരള പോലീസ് 62/2026 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേരള പോലീസ് ചുമത്തിയിട്ടുള്ള കുറ്റം BNS 108 ആത്മഹത്യാ പ്രേരണ കുറ്റമാണ്. എന്തായാലും 10 വർഷം വരെ കഠിന തടവും നല്ലൊരു തുക നഷ്ടപരിഹാരമായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല സെക്ഷൻസ് കോടതിയാണ് ഈ കേസ് വിചാരണ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എന്തായാലും നോൺ ബെയിലബിൾ ഒഫൻസാണ്. ആ പ്രതിയെ കിട്ടി തക്കതായ ശിക്ഷ ലഭിച്ച് ജയിലിൽ കിടക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതുമാത്രമല്ല ഇനിയിപ്പോൾ ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ എവിടെയെങ്കിലും ഇതേപോലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിക്ക് പ്രതികരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം റീച്ചിന് വേണ്ടിയിട്ടാണ്, ഫെയിമിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വരും. സോഷ്യൽ മീഡിയ അങ്ങനെയാണ്. ഇതിന്നില്ല നാളെ ദീപകിൻ്റെ കാര്യം മറന്നുപോകും. നാളെ പുതിയ ന്യൂസ് വരും, അതിൻ്റെ പുറകെയാവും സോഷ്യൽ മീഡിയ. അപ്പം ഷിംജിതയെ നമ്മൾ മറക്കും, ദീപകിനെ നമ്മൾ മറക്കും, എല്ലാവരുടെയും നമ്മൾ മറക്കും. പുതിയ കേസ്, പുതിയ ന്യൂസ് അതിൻ്റെ പുറകെയാവും. അപ്പം എന്തായാലും ദീപകിന് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്ത് തക്കതായ ശിക്ഷ നമ്മൾ കോടതി കൊടുക്കണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.